ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പള്ളിയിലോട്ടൊരു നേർച്ച കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ കാഴ്ചകളാണ്. വാ, അപ്പോൾ നമുക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഹോം ടൗൺ ആയൂർ. നമ്മളിന്ന് 100 പേർക്കുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനൊരു വലിയ വാർപ്പെടുക്കണം. ഭയങ്കര ചൂട്. ഇതാണ് ഓമം പിടിച്ച് ഇപ്പോഴും സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. വണ്ടി നമ്മൾ പിടിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല. ഇപ്പോഴും ഇത് കൊണ്ട് ഓടുന്ന പാവപ്പെട്ടന്മാരുണ്ട്. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഗായ്സ്. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇപ്പോൾ സാധനങ്ങളെല്ലാം അരിഞ്ഞോണ്ടിരിക്കുക. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി മല്ലിയിലപ്പതിനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞു, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, മുളക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുക്കിങ്ങിലോട്ട് പോകാൻ പോവാണ്. അപ്പം അതിനൊക്കെ നമ്മൾ ഇവിടുന്ന് ഒതുക്കുക. ഇനി ചിക്കൻ എടുക്കാൻ പോയിട്ടുണ്ട് ഒരാൾ. ചിക്കൻ എടുത്തിട്ടൊക്കെ വരും. അപ്പം ഇനി കുക്കിങ്ങിൽ കാണാം. ഇത് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു നെട്ടറിൻ്റെ ടാങ്കാണ്. ചിക്കൻ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകുന്നു. ഇതിപ്പോൾ ഒരു 12 കിലോ ഇറച്ചിയുണ്ട്. ഇത് നമ്മുടെ രവിയാണ്, നമുക്ക് സഹായത്തിനെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ രവിയാണ് അടുപ്പെല്ലാം കത്തിച്ചു തന്നത്. പിന്നെ അടുപ്പിൽ നമ്മൾ 1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. നമ്മൾ 100 പേർക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് പറയുന്നത്. 7 കിലോ സവാള നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഈ സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചു. കാരണം നല്ല ചൂടുള്ള സമയമല്ലേ ഇപ്പോൾ. അതിൻ്റെ കൂടി അടുപ്പിൽ ചൂടും കൂടി ആകുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പ് ഒരു 2 പിടി ഉപ്പാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. കാരണം സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരണം. പിന്നെ നമ്മൾ അതിനവർക്ക് പച്ചമുളക് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ 1 കിലോ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. 1 കിലോ ഇഞ്ചി, 1 കിലോ വെളുത്തുള്ളി. എന്നിട്ട് മഞ്ഞൾപ്പൊടി. നമ്മൾ ആ നിൽക്കുന്നിടത്ത് ഇച്ചിരി കാറ്റും കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പറന്ന് പോയത്. പിന്നെ തക്കാളി ഇട്ടു. പിന്നെ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല അടിയിൽ പിടിക്കാതെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ട് നമുക്ക് അടി പിടിക്കും. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിലാണെല്ലാം കാണിച്ച് പോകുന്നത്. മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഒരു 1 കിലോ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ മല്ലിപ്പൊടി നമ്മളൊരു 300 ഗ്രാം ഇടുന്നുള്ളൂ. പിന്നെ ഒരു കവർ നമ്മൾ 100 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ മസാല. പിന്നെ 1 കവർ കുരുമുളക് പൊടി. എന്നിട്ട് മസാല നല്ലപോലെ അടുക്കി പിടിക്കാത്ത രീതിയിൽ നല്ലതായിട്ടൊന്ന് പച്ചമുളക് മാറി വരുന്നവരെ നല്ലോണക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതെല്ലാം പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട്. ഇതിന് പിറക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അക്കുവാണ് വെള്ളമെല്ലാം ഒഴിച്ച് തരുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിന് പിറക്കെയാണ് നമ്മൾ ചിക്കൻ തട്ടുന്നത്. ചിക്കൻ തട്ടി നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി അത് പിന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തീ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ തീ അണയുന്ന വരെ നമ്മൾ നല്ല സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയുടെ എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞ് വരും. അപ്പോഴത്തേക്ക് നമ്മുടെ കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അവസാനം ഫൈനൽ ടച്ചിൽ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല. പൊതിയുന്ന സമയത്തേക്ക് നമ്മൾ എടുക്കത്തുള്ളൂ. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ ഫോൺ ഓഫായി പോയി. അത് വേറൊരു ഫോണിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചില വീഡിയോയിൽ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ജ്യൂസ് അടിക്കുന്നുണ്ട്, നോമ്പ് തുറക്കുന്നവർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഷമാമാണ്, ഷമാം ജ്യൂസ്. ഷമാം ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതും മിൽക്ക് പാലെല്ലാം കൂടെ ഒഴിച്ചാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചടിച്ച് മാറ്റി വെച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല പാൽ സർബത്ത് കിട്ടും. അപ്പോൾ ഇത് താടി എന്ന് പറയുന്ന ഒരു പിസ്തയുടെ ഒരു സിറപ്പാണ്. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടു, താടി സിറപ്പ് ഒഴിച്ചു. പിന്നെ നമ്മൾ പാലാണ് ഒഴിക്കുന്നത്. പാൽ ഒഴിച്ച് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതാക്കി ഒരു മിൽക്ക് ഷേക്കും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2-3 ജ്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോമ്പ് തുറക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് സെയിം കളറ്, നമ്മുടെ പ്രില്ലിൻ്റെ കളറും അതേപോലെ തന്നെ നമ്മുടെ താടി സിറപ്പിൻ്റെ കളറും ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിനകത്തോട്ട് സൂം ചെയ്ത് നമ്മൾ എന്നിട്ട് പാലാവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച്
പിന്നെ ഇതിൻ്റെ പുറകെ നമ്മളിനി കഷ്കസ് എടുത്തുള്ളൂ. നല്ല തണുപ്പോടെ ഇത് കഴിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനെല്ലാം ടേസ്റ്റ് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു 5-5:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം കറി കാര്യങ്ങളെല്ലാം നമുക്കിനി പാക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. കറിയെല്ലാം ഓൾറെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീശപ്പം നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീശപ്പവും കറിയും കൂടെ നമ്മളിനി പാഴ്സലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അച്ചു കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ കുറച്ച് കഷ്കശി ചേർക്കുന്നുണ്ട്. കഷ്കശ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മുടെ മിൽക്ക് സർബത്തും റെഡിയായി. ഫൈനൽ എല്ലാം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അടുത്ത ഫ്രൂട്ട്സിൻ്റെ സെറ്റപ്പാണ്. നമ്മളപ്പോൾ ഇത്രയും ഫ്രൂട്ട്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റിയില്ല. നമ്മളിത് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്യുന്നതും കുറച്ച് ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളിത് കൊടുക്കുന്നതും ഇത് ആൾക്കാർ വാങ്ങിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ശരി, ബൈ.